പ്രിയപ്പെട്ടവരെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പത്രക്കാരെ കണ്ടാലും അതല്ലെങ്കിൽ പ്രസംഗിക്കുകയാണെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഞങ്ങൾ ഇറാനെ പൂർണ്ണമായി തകർത്തിരിക്കുന്നു, ഇറാൻ ഇപ്പോൾ ശക്തിയൊന്നും ഇല്ല എന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇറാൻ ഞങ്ങളോട് ചർച്ചയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഈ രണ്ട് കാര്യവും അബദ്ധവും കള്ളവുമാണ് എന്ന് ലോകം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പത്രസമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു, ചർച്ചയ്ക്ക് അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇറാന്റെ വിദേശകാര്യമന്ത്രി അറാഗ്ചി പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയോ ചർച്ച നടത്താൻ താല്പര്യപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് കൃത്യമായി അവർ നിഷേധിക്കുകയും ഇത് കള്ളമാണെന്ന് പറയുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ, NBC ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് US ഇന്റലിജൻസ് അസസ്മെന്റ് ഫൈൻഡ്സ് നോ സൈൻ ദി ഇറാനിയൻ റെജിം ഈസ് കൊളാപ്സിംഗ്. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ ശക്തി ക്ഷയിച്ചത് അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാനുള്ള ശക്തി തകർന്നതിന്റെ യാതൊരു ലക്ഷണവും തെളിവും ഇപ്പോൾ അമേരിക്കൻ ഇന്റലിജൻസ് ലഭിച്ചിട്ടില്ല എന്നതാണ്. ഇത് US ഇന്റലിജൻസ് ഓഫീഷ്യൽസ് തന്നെയാണ് ഈ കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. NBC ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാന്റെ എല്ലാ ശക്തിയും തകർന്നുപോയി, എല്ലാം ക്ഷയിച്ചുപോയി എന്നാണെങ്കിൽ അമേരിക്കയുടെ ഇന്റലിജൻസ് ഓഫീഷ്യൽസ് തന്നെ പറയുന്നത് അങ്ങനെ ഇറാന്റെ ശക്തി അല്ലെങ്കിൽ തിരിച്ചാക്രമിക്കാനുള്ള ഇറാന്റെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവ് നഷ്ടപ്പെട്ടതിന് ഒരു തെളിവും ഇല്ല എന്നാണ് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ ഇന്റലിജൻസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയത്ത് ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് മുന്നിൽ പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വന്ന് ഇറാൻ ചർച്ചയ്ക്ക് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു, എന്നെ ഇറാന്റെ പരമോന്നത നേതാവാകാൻ വേണ്ടി ഇറാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു, മാത്രമല്ല ഇറാൻ തീർന്നു എന്ന് പറയുന്നു, നാവികസേന ഇല്ലാതായി എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ ദിവസവും ഇറാൻ ഇല്ല എന്ന് സാധാരണ പല്ലവി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് രക്ഷപ്പെടാൻ പോലും കഴിയാത്ത വലിയ ഗർത്തത്തിലാണ് ഇപ്പോൾ ആപ്പതിച്ചിരിക്കുന്നത് എന്നതിൽ സംശയമില്ല.